ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാദി വ്ളോഗ്സ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ ജിദ്ദയിൽ നിന്ന് യാൻബു എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് അറൗണ്ട് 340 കിലോമീറ്റർ ഉണ്ട് ബൈ റോഡ്. ഒരു 3 hours 35 minutes എടുക്കും അവിടെ എത്താൻ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ റോഡ് സൈഡ് നമുക്ക് കാണാം ഇങ്ങനെ സോളാർ പാനൽസ് വെച്ചേക്കുന്നത് പവർ ജനറേഷന് വേണ്ടിയിട്ട്. അത് ഒരുപാട് ഏരിയ സോളാർ പാനൽസാണ്. ഇത് പവർ ഡിസ്ട്രിബ്യൂഷനുള്ള കേബിൾസ് പോണത് കാണാം. പിന്നെ റോഡ് സൈഡ് നമുക്കിങ്ങനെ ഒട്ടകങ്ങൾ പോകുന്നത് കാണാൻ പറ്റും. ഒട്ടകങ്ങളെ നോക്കുന്ന ആൾക്കാരെ നമുക്കവിടെ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഒട്ടകങ്ങൾ റോഡിലേക്ക് കയറാണ്ടിരിക്കാൻ ഫെൻസിങ് ഉണ്ട്. ഇതുപോലെ നമുക്ക് ചെമ്പരിയാടുകളെയും അവിടെ ഇങ്ങനെ കാണാൻ പറ്റിയായിരുന്നു. പിന്നെ റോഡ് സൈഡ് ഒരുപാട് മലകളുണ്ട്, പല കളേഴ്സ് കാണാൻ പറ്റും. ഒരു ബ്ലാക്ക് കളറാണിത്. അങ്ങനെ നമ്മൾ യാൻബുവിലെത്തി. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. എൻട്രി ഫീ 5 റിയാലാണ്. ഇതതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് കാണാം. നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ ഫ്ലവേഴ്സ്. നല്ല കളറാണ് കേട്ടോ, നല്ല ബ്രൈറ്റ് കളറാണ്. കഴിഞ്ഞ തവണത്തെ ഞാൻ വീഡിയോസ് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചാനലിൽ കയറി കാണാൻ പറ്റും. 2025 ഇത് ആൾക്കാർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബസ് സർവീസ് പോലെ. അതിന് എക്സ്ട്രാ ഫീ ഉണ്ട്. പല കളേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് നമുക്ക് കാണാം. ഇതൊരു ഫുഡ് സ്റ്റാളാണ്. ഇത് അവിടെയുള്ളൊരു പോണ്ട് പോലെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അത് നൈറ്റ് ആകുമ്പോൾ അവിടെ വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ടാവും. ഇത് സൗദി അറേബ്യയിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന ഐറ്റംസൊക്കെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നതാണ്. ഇതൊരു കിണറിൻ്റെ ഒരു മോഡൽ അവരുണ്ടാക്കിയേക്കുന്നതാണ്. പിന്നെ നമുക്ക് പണ്ട് ഉപയോഗിച്ചിരുന്ന വണ്ടികൾ അവർ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നത് കാണാൻ പറ്റി. ഇത് കുട്ടികൾ കളിക്കുന്ന ഏരിയ. അതിനൊക്കെ നമ്മൾ ഓരോ റൈഡിന് കയറണമെങ്കിലും എക്സ്ട്രാ ചാർജ് ഉണ്ട്. ടിക്കറ്റ് നമ്മൾ എടുക്കണം. ഇത് കുട്ടികൾ കളിക്കുന്ന സ്ലൈഡ്. ഇത് ഇലക്ട്രിക് കാറ്. ഇത് കളിക്കാനൊക്കെ നമ്മൾ എക്സ്ട്രാ ഫീ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ കയറാം, ഫീ കൊടുക്കണം. പിന്നെ ഇത് കുട്ടികൾ ചാടുന്ന ട്രാംപോലിൻ എന്ന് പറയും. പിന്നെ ഇത് വേവ് സ്വിങ്ങർ. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, അതിലൊക്കെ ആൾക്കാരുണ്ട്. പിന്നെ ഇങ്ങനെ സൈഡിലേക്ക് പോകുന്ന സംഭവം ട്വിൻ ഫ്ലിപ്പ് എന്ന് പറയും അതിന്. പിന്നെ ഈ കാണുന്നത് വെർട്ടിക്കൽ സ്വിങ് അല്ലെങ്കിൽ സ്കൈ ഫ്ലയർ എന്ന് പറയും. പിന്നെ ഇങ്ങനെ സൈഡിലേക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം ടർബോ ബൂസ്റ്റർ അല്ലെങ്കിൽ സ്പീഡ് റൈഡ് എന്ന് പറയും. അപ്പോൾ അതിൽ കയറിയ ആൾക്കാർ ഒക്കെ നല്ല പോലെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പേടിച്ചിട്ട്. അത് മുകളിലെത്തുമ്പോൾ നമ്മളിങ്ങനെ തല കുത്തി നിൽക്കണ പോലെയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ നല്ല കരച്ചിലായിരുന്നു. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്. പിന്നെ അവിടെ ഇങ്ങനെ ഓരോ മോഡൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലോബിൻ്റെ മോഡല്. ഇത് നമുക്ക് ഫോട്ടോസ് എടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഫ്രെയിം അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമ്മളൊരു ഫോട്ടോ എടുത്തു. പിന്നെ നൈറ്റ് ആയപ്പോൾ കംപ്ലീറ്റ് അവിടെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആയിരുന്നു. നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഓരോ ഫ്ലവേഴ്സും കാണാൻ പറ്റും. പിന്നെ അവിടെ ഇങ്ങനെ ഓരോ ലേഡീസ് ഇങ്ങനെ ഓരോ മോഡൽ ഇങ്ങനെ നമുക്ക് കാണാം, ഫാൻസി മോഡൽ. ഇത് ഒരു അംബ്രല്ലയാണ്, നമുക്ക് ഫോട്ടോസ് എടുക്കാം അത് വെച്ചിട്ട്. പിന്നെ ഇതൊരു ജോക്കറിൻ്റെ ഒരാൾ. പിന്നെ ഇതുപോലെ ഫാൻസി ഡ്രസ്സ് ഇട്ടിട്ട് ഓരോ ലേഡീസ് പെർഫോം ചെയ്യുന്നത് നമുക്ക് കാണാം.
ഒരു ലേഡി വയലിൻ വായിക്കുന്നത്. അപ്പോൾ മ്യൂസിക് അവരവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല റഷായ കാരണം നമുക്ക് അധികം നിയർ പോകാൻ പറ്റില്ല, അകലെ നിന്ന് എടുക്കാനേ പറ്റുള്ളൂ. അവരവിടെ ഫെൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ ഫ്ലവേഴ്സും ആ ഭാഗത്ത് കാണാൻ പറ്റി. ഇവിടെയൊക്കെ ആൾക്കാരിൽ നിന്ന് ഫോട്ടോസ് എടുക്കാൻ നല്ല ഭംഗിയാണ് ഫ്രെയിം. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. ഇത് ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പ്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ നൈറ്റിൽ. ഇവിടെയും ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോവിൻ്റെ ഫ്രെയിം പോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് April 24 വരെ ആണിപ്പോൾ സംഭവം ഇവിടെ നടക്കുന്നത്, ഫ്ലവർ ഷോ. ഇപ്പോൾ ചൂടായ കാരണം പെട്ടെന്ന് തന്നെ അത് നിൽക്കും, ഫ്ലവേഴ്സൊക്കെ കേടുവന്നു. പിന്നെ ഇത് നമുക്കിങ്ങനെ ഓരോ മോഡൽസ് കാണാൻ പറ്റും സ്റ്റില്ല്. ഇത് ഫ്ലവേഴ്സാണ്. അത് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും കാണാൻ പറ്റുമായിരുന്നു. അത് തന്നെ ഓപ്പൺ ചെയ്യുന്നതും നല്ല ഭംഗിയാണ് കാണാൻ. ഇതിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കണ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. പിന്നെ നമുക്കവിടെ ഇങ്ങനെ ടയർ കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കണ ഒരു സൈക്കിളൊക്കെ കാണാൻ പറ്റി. ഇതൊരു വാളാണ്. അത് കംപ്ലീറ്റ് ഫ്ലവർ വെച്ച് അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിത് ഇറങ്ങുന്ന വ്യൂ ആണ്. ഇത് പുറത്തേക്ക് പോകുന്ന വഴിയിലും ഇതുപോലെ നമുക്ക് ഫ്ലവേഴ്സ് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.